Okay, madam. This call Recording is good. now being recorded. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ ക്ലാസ് MPC 003 അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന തേർഡ് ചാപ്റ്ററാണ്. പേഴ്സണാലിറ്റി അസസ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് പേഴ്സണാലിറ്റി എന്ന് ഒന്നുകൂടെ നോക്കാം. ഗോർഡൻ ആൽപോർട്ടിന്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഗോർഡൻ ആൽപോർട്ട്, personality is the dynamic organization within the individual of those psychophysical systems that determine his unique adjustments to his environment. അതായത് ഒരു വ്യക്തി തൻ്റെ ചുറ്റുപാടിനോട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് തീരുമാനിക്കുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള പേഴ്സോണയിൽ നിന്നാണ്. പേഴ്സോണ എന്ന വാക്കിന്റെ അർത്ഥം മാസ്ക് ഓർ ഫാൾസ് ഫേസ്, അതായത് പൊയ്മുഖം എന്നൊക്കെ പറയൂലേ, അത്. ഇനി നമുക്ക് അസസ്മെന്റിലേക്ക് കടക്കാം. വാട്ട് ഈസ് പേഴ്സണാലിറ്റി അസസ്മെന്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് and characteristics by using various tools and methods. അതായത് വ്യത്യസ്ത തരം ടൂൾസ്, മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതുമായ പ്രോസസ്സാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. സൈക്കോളജിക്കൽ പ്രൊഫഷണൽസ് പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്തുന്നത് എക്ലക്റ്റിക് വ്യൂ ഓഫ് പേഴ്സണാലിറ്റിയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ എക്ലക്റ്റിക് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി എന്ന് നോക്കുക. അതായത് ഒരു സിംഗിൾ തിയറി യൂസ് ചെയ്യുന്നതിന് പകരം ഒരുപാട് തിയറീസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എലമെന്റ്സ് ഈ തിയറികളിൽ നിന്നും എടുത്തിട്ട് അസസ്മെന്റ് നടത്തുന്ന സൈക്കോളജിയിലെ ഒരു അപ്രോച്ചാണ് ഈ എക്ലക്റ്റിക് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ തിയറി ബേസ് ചെയ്തിട്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല. ദെൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്താൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം ഒന്നുകിൽ സബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് എന്നിങ്ങനെയുള്ള 3 കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. സബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നടത്തുന്ന ആളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റ്സും ഇന്റർപ്രിട്ടേഷൻസും വരുന്നൊരു മെത്തേഡാണിത്. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇന്റർവ്യൂസ്, കേസ് സ്റ്റഡീസ് ഇതൊക്കെയാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് റിച്ച് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ബയാസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് സബ്ജക്റ്റീവിൽ. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഈ മെത്തേഡിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിന്റെ സ്കോറിംഗ് പാറ്റേൺസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെ നിന്ന് നടത്തുകയാണെങ്കിലും അത് ഒരുപോലെ ആയിരിക്കും. അതായത് ഒരു യൂണിഫോം മാനർ ഉണ്ടാവും ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ടെസ്റ്റിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും അതിന്റെ യൂണിഫോം മാനറും ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണെന്ന് പറയും. ഇതിൽ ഈ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു ടെസ്റ്റ് ഒരാളിൽ ഏതൊക്കെ ആൾക്കാർ എത്ര സൈക്കോളജിസ്റ്റ് നടത്തിയാലും സെയിം സ്കോർ തന്നെ കിട്ടുകയാണെങ്കിൽ ആ ടെസ്റ്റ് റിലയബിൾ ആണെന്ന് പറയാം. വാലിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്ത് മെഷർ ചെയ്യാനാണോ നമ്മളൊരു ടെസ്റ്റ് നടത്തിയത് അത് തന്നെ ആ റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എമ്പതറ്റിക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം എമ്പതറ്റിക് ആണെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആയിട്ട് കിട്ടണം. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹാർഡ് വർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും ആണ് റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് വാലിഡ് ആണെന്ന് പറയൂല. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ദെൻ ഒബ്ജക്റ്റീവ് മെത്തേഡിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് മോർ റിലയബിൾ ആൻഡ് വാലിഡ് ആയിരിക്കും. അതായത്
ഇതായിരിക്കും ഏത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്പോണ്ടന്റിന്റെ മൂഡ് അതുപോലെ എൻവിയോൺമെന്റ് എല്ലാം റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്ന മെത്തേഡാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്. ആംബിഗ്യസ് സ്റ്റിമുലി ഉപയോഗിച്ചിട്ട് ഇൻഡിവിജ്വലിന്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അതേപോലെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതൊക്കെ നമ്മൾ ലേറ്റർ പറയും കേട്ടോ. ദെൻ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയും ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് വെച്ചിട്ട്. ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇത് ടൈം കൺസ്യൂമിങ് ആണ്, ലെസ് റിലയബിൾ ആൻഡ് ലെസ് വാലിഡ് ആണ്. ദെൻ നീഡ്സ് ആൻഡ് എൻഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. അതിൽ പറയുന്ന ഒരു പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന യുണീക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. ദെൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതുപോലെ നമ്മളെ മറ്റ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് എന്ന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ദെൻ പറയുന്നതാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അതുപോലെ പേഴ്സണൽ ഡെവലപ്മെന്റ് അതെല്ലാം ഇംപ്രൂവ് ആക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഒക്കുപേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്തുന്നതിലൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് തിരഞ്ഞെടുക്കാനും പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും സാധിക്കുന്നതാണ് പറയുന്നത്. ദെൻ റിസർച്ച്. പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്തുമ്പോൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റ സൈക്കോളജിക്കൽ റിസർച്ചിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഹ്യൂമൻ ബിഹേവിയർ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സഹായകമാവും. ദെൻ നെക്സ്റ്റ് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ്. ഒരു തെറാപ്പിയിൽ ക്ലയന്റിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് തെറാപ്പിസ്റ്റിന് എടുക്കാനാവും. നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മനസ്സിലാക്കുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്സ്. അതിൽ പറയുന്ന മെത്തേഡ്സ് ആണ് ഇന്റർവ്യൂസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അസോസിയേഷൻ ടെക്നിക്സ് ആൻഡ് എക്സ്പ്രസീവ് ടെക്നിക്സ്. അതിൽ ഇന്റർവ്യൂസ് എന്താണെന്നുള്ളത് നോക്കാം. ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ദ ഇന്റർവ്യൂ മെത്തേഡ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് involves a psychologist asking a series of questions to understand an individual's personality traits. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് സൈക്കോളജിസ്റ്റ് ചോദിക്കുന്ന ഒരു അസസ്മെന്റ് ആണ് ഈ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ 3 ടൈപ്സ് പറയുന്നുണ്ട്: സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ മുൻകൂട്ടി തീരുമാനിച്ച കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അൺസ്ട്രക്ചേർഡിൽ പ്രീ ഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കൂല, അതായത് മുൻകൂട്ടി തീരുമാനിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കൂല. ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് അപ്പോൾ വേണ്ട ചോദ്യങ്ങൾ സൈക്കോളജിസ്റ്റ് ചോദിക്കും. ദെൻ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഇത് രണ്ടിന്റെയും ഒരു മിക്സ്ഡ് ടൈപ്പാണ്. അതായത് ഒരു സെറ്റ് ഓഫ് കോർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ റെസ്പോൺസ് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും ചോദിക്കും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഇന്റർവ്യൂ. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഒന്നാമത് പറയുന്നത് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഫീലിങ്സ്, ഒപ്പീനിയൻസ്, അതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ അവരുടെ ജഡ്ജ്മെന്റിനെയും പെർസെപ്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർവ്യൂ മെത്തേഡിലെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ബയാസ് റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയാസ്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രൂ ഫീലിങ്സും ട്രൂ ബിഹേവിയേഴ്സും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ഇന്റർവ്യൂ മെത്തേഡിൽ. ദെൻ ഇൻകൺസിസ്റ്റൻസി. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കനുസരിച്ച് റെസ്പോൺസസ് വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരാളിൽ നിന്ന് തന്നെ 2-3 ആൾക്കാരാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഡിഫറെൻ്റ് ആൻസേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ടൈം കൺസ്യൂമിങ്. ഇന്റർവ്യൂ മെത്തേഡ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു കണ്ടക്ട് ആൻഡ് അനലൈസ്. ദെൻ ഇന്റർവ്യൂവർ ഇൻഫ്ലുവൻസ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ സ്വഭാവത്തിനും രീതിക്കും അനുസരിച്ചിട്ട് റെസ്പോൺസസ് മാറാൻ ചാൻസ് കൂടുതലാണ്. ലിമിറ്റഡ് സ്കോപ്പ്. ഇന്റർവ്യൂ മെത്തേഡ് വെച്ചിട്ട് പേഴ്സണാലിറ്റിയുടെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ലിമിറ്റഡ് സ്കോപ്പ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഹലോ എഫക്റ്റ്. ഇതൊരു തരം കോഗ്നിറ്റീവ് ബയസ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഫസ്റ്റ് മീറ്റിൽ തന്നെ ഒരു ഗുഡ് ഓർ ബാഡ് ഇംപ്രഷൻ ഫോം ചെയ്യൂലേ, എന്നിട്ട് ആ ഇംപ്രഷന്റെ ബേസിലായിരിക്കും അയാളുടെ ബിഹേവിയർ, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഗുഡ് ലുക്കിംഗ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ ഇന്റലിജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് പേഴ്സൺ ആവാം, ബോൾഡ് ആവാം എന്നൊക്കെ അസ്യൂം ചെയ്യുന്ന ആ ഒരു ഇതാണ് ഹാലോ എഫക്റ്റിൽ വരുന്നത് കേട്ടോ. ദെൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതാ നോക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ദീസ് ടെക്നിക്സ് ആർ അസ്യൂംഡ് ടു റിവീൽ ദോസ് സെൻട്രൽ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ലൈ ഇൻ ദ അൺകോൺഷ്യസ് മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സെൻട്രൽ ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് കോർ ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ക്യാരക്ടർ, ഇമോഷൻസ്, മോട്ടിവേഷൻസ്, സെൽഫ് കോൺസെപ്റ്റ്, ഹിഡൻ ഡിസയേഴ്സ്, ഇന്നർ ഫിയേഴ്സ്, അതൊക്കെ ഈ കോർ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പെടും. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലയന്റിന് ആംബിഗ്യസ് വിഷ്വൽ സ്റ്റിമുലി കാണിച്ചു കൊടുത്തിട്ട് അതിൽ അവർ എന്താണോ കാണുന്നത് അത് പറയാൻ പറയും. ഈ ആംബിഗ്യസ് സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഒരു പിക്ചർ കണ്ടാൽ അത് പല രീതിയിൽ നമുക്കത് പറയാൻ കഴിയും എന്താണെന്നുള്ളത്. എന്നാൽ അത്ര ക്ലിയറുമല്ല ആ ഇമേജസോ വേർഡ്സോ അങ്ങനത്തെ സ്റ്റിമുലസ് ആണ് ഈ ആംബിഗ്യസ് സ്റ്റിമുലി എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലാവും ഈ പിക്ചർ കണ്ടാലും മനസ്സിലാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലൗഡിന്റെ ഷേപ്പ് എടുക്കുക. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ക്ലൗഡിന്റെ ഷേപ്പ് ഡ്രാഗൺ ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ച് ആൾക്കാർക്ക് പിന്നെ ഹോഴ്സ് ആയിട്ടും ഫീൽ ചെയ്യും. ദെൻ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആംബിഗ്യസ് സ്റ്റിമുലി കാണിച്ചിട്ട് ക്ലയന്റിനോട് അത് എന്താന്ന് പറയാൻ പറയുമ്പോൾ ക്ലയന്റ് അവരുടെ ഉള്ളിലെ അൺകോൺഷ്യസ് കൺസേൺസ് അതുപോലെ ഫിയേഴ്സ് ഒക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യാന്നാണ്. അതിലൂടെ സൈക്കോളജിസ്റ്റിന് എന്താണ് ക്ലയന്റിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഹിസ്റ്ററി ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. The history of projective techniques began in the beginning of the 15th century. ലിയോനാർഡോ ഡാവിൻസി എന്നൊരാളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15th സെഞ്ചുറിയിൽ. ദെൻ ഇൻ 1879 ഗാലന്റെ നേതൃത്വത്തിൽ ഒരു വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ദെൻ അതേപോലെ തന്നെ കാൾ യങ് എന്ന് പറഞ്ഞ ഒരാള് സിമിലർ ടെസ്റ്റ് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ വെച്ചിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് 1939 ഫ്രാങ്ക് ആണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അതിൽ പറയുന്ന ഒന്നാമത്തേതാണ് കൺസ്ട്രക്റ്റീവ്. ഇറ്റ് ഇൻവോൾവ്സ് ആസ്കിങ് ഇൻഡിവിജ്വൽസ് ടു കൺസ്ട്രക്ട് ഓർ ബിൽഡ് സംതിങ്, ഓഫൻ ടു റിവീൽ ദെയർ ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് കുറച്ച് ആംബിഗ്യസ് സ്റ്റിമുലൈ കാണിച്ചു കൊടുത്തിട്ട് ക്ലയന്റിനോട് ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വരക്കാൻ പറയും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ്. അൺസ്ട്രക്ചേർഡ് മെറ്റീരിയലിന് സ്ട്രക്ചേർഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ടെസ്റ്റിന്റെ കാറ്റഗറിയാണിത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെക്നിക്. ദെൻ നെക്സ്റ്റ്, കത്താറ്റിക്. കുറച്ച് മാനിപ്പുലേറ്റഡ് ടാസ്കിലൂടെ ക്ലയന്റിന്റെ വിഷസ്, ഇന്നർ ഡിമാൻഡ്സ്, കോൺഫ്ലിക്ട്സ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ കത്താറ്റിക്. ദെൻ നെക്സ്റ്റ്, ഇന്റർപ്രറ്റേറ്റീവ്. തന്നിരിക്കുന്ന സിറ്റുവേഷന് ക്ലയന്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അർത്ഥം കൊടുക്കുക. ആ ഒരു മെത്തേഡാണ് ഇന്റർപ്രറ്റേറ്റീവ്.
ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും വേർഡ് അസോസിയേഷൻ ടെസ്റ്റും ആണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് റിഫ്രാക്റ്റീവ്. ക്ലയന്റിന് തന്റെ പേഴ്സണാലിറ്റി ഡ്രോയിങ്ങിലൂടെ അല്ലെങ്കിൽ പെയിന്റിങ്ങിന്റെ രൂപത്തിലൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാറ്റഗറിയാണ് ഈ റിഫ്രാക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്രാഫോളജി ആണ്. ഗ്രാഫോളജി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ട്രൈറ്റ് നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ആ ഒരു സംഭവമാണ് ഈ ഗ്രാഫോളജി എന്ന് പറയുന്നത്. പക്ഷേ അതൊരു സ്യൂഡോ സയൻസ് ആണ്, അതിന് സയന്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ലാർജ് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി ആയിരിക്കും, സ്മോൾ ആണെങ്കിൽ ഇൻട്രോവേർട്ടഡ് നേച്ചർ ആയിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഫ്രാങ്കിന്റെ ഈ ക്ലാസിഫിക്കേഷന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിഗ്ഗസ്റ്റ് ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാല് സെയിം ടെസ്റ്റ് രണ്ടോ അതിൽ കൂടുതലോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്റ്റീവിലും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇന്റർപ്രറ്റേറ്റീവിലും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് അസോസിയേഷൻ ടെക്നിക്. ഒരു സ്റ്റിമുലസ് കാണുമ്പോൾ എന്താണോ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് കൊടുക്കുന്നതാണ് അസോസിയേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കാണിക്കും. ഒരു 16 വേർഡ്സിന്റെ ഒരു സെറ്റാണ്. അത് കാണിച്ചു കൊടുത്തിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് പറയാൻ പറയും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സൺ എന്നൊരു വേർഡാണ് കാണിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വാം വെച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്റ് വെച്ചിട്ടൊക്കെ സെന്റൻസ് പറയാം. ഇങ്ങനെയുള്ള ഈ റെസ്പോൺസും റിയാക്ട് ചെയ്യാനെടുക്കുന്ന ടൈമും വെച്ചിട്ട് നമുക്ക് പേഴ്സണാലിറ്റിയെ അനലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. 15 സെക്കൻഡ്സ് ആണ് ഓരോ വേർഡും കാണിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഇങ്ക് ബ്ലോട്ട് ടെക്നിക്സ്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, കംപ്ലീഷൻ ടെക്നിക്സ്, എക്സ്പ്രസീവ് ടെക്നിക്, ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ദ ഹോൾസ്മാൻ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ദ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആൻഡ് ദ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ദെൻ അതിൽ ഫസ്റ്റിലെ കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്താണെന്നുള്ളത് നോക്കാം. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആംബിഗ്യസ് സ്റ്റിമുലൈ കാണിച്ചിട്ട് ക്ലയന്റിനോട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് കംപ്ലീഷൻ ടെക്നിക്. കുറച്ച് ഇൻകംപ്ലീറ്റ് സെന്റൻസ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. എന്താണോ ഫില്ല് ചെയ്തത് നോക്കിയിട്ട് പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ് റോട്ടേഴ്സ് ഇൻകംപ്ലീറ്റ് സെന്റൻസ് ബ്ലാങ്ക്. അത് 1950 ജൂലിയൻ റോട്ടർ ഡെവലപ്പ് ചെയ്തൊരു ടെസ്റ്റാണ്. ഇതിൽ 40 ഇൻകംപ്ലീറ്റ് സെന്റൻസസ് ആണ് ഉണ്ടാവുക. ദെൻ എക്സ്പ്രസീവ് ടെക്നിക്സ്. ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലൂടെ ക്ലയന്റിന്റെ തോട്ട്സ് അതുപോലെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത്. റോൾ പ്ലേ, ഡ്രോയിങ്, ഫിംഗർ പെയിന്റിംഗ് ഒക്കെ എക്സാമ്പിൾ ആണ്. ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ദെൻ ഡെവലപ്ഡ് ബൈ സ്വിസ് സൈക്യാട്രിസ്റ്റ് ഹെർമൻ റോഷാക്ക് ഇൻ 1921. ഇതിൽ 10 ഇങ്ക് ബ്ലോട്ട്സ് ഉണ്ടാവും. 5 ബ്ലാക്ക് ഇങ്കിലും 5 കളേർഡ് ഇങ്കിലും. ഈ ഇങ്ക് ബ്ലോട്ടിലെ ഡിസൈൻ കണ്ടിട്ട് അതിൽ നിന്നും എന്താണോ നമുക്ക് കാണാൻ പറ്റുന്ന രൂപം അത് വെച്ചിട്ട് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സീക്രട്സ്, അൺകോൺഷ്യസ് ഫിയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി പാർട്ടിസിപ്പൻറ്റിനോട് കാമായിട്ട് ഇരിക്കാൻ പറയും. എന്നിട്ട് എല്ലാ ടെസ്റ്റിലും ചെയ്യുന്ന പോലെ തന്നെ റാപ്പോ ബിൽഡ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഇങ്ക് ബ്ലോട്ട് കാർഡ് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്തായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റ് എങ്ങനെയാണ് കാർഡ് പിടിച്ചത് എന്നതും നോക്കുന്നുണ്ട്. വെർട്ടിക്കൽ ആയിട്ടാണോ ഹൊറിസോണ്ടൽ ആയിട്ടാണോ എങ്ങനെ പിടിച്ചത് അതെല്ലാം സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാർഡ് പിടിക്കുന്ന പൊസിഷൻ നോക്കിയിട്ട് സ്കോറിങ് നടത്തുന്നുണ്ട്. അതേപോലെ അൺവാണ്ടഡ് കമന്റ്സ്, ടോക്സ് അതെല്ലാം ഒഴിവാക്കിയിട്ട് എക്സാക്റ്റ് വേർഡ് ആണ് നോട്ട് ചെയ്യുക. അതുപോലെ
എത്ര സമയം പാർട്ടിസിപ്പന്റ് കാർഡിലേക്ക് നോക്കി എന്നതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ബാക്കി 10 കാർഡ്സും ചെയ്യിപ്പിക്കും. ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോൺസസ് രേഖപ്പെടുത്തുന്നത് റെസ്പോൺസ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ എന്ന ടേമിലായിരിക്കും, ക്യാപിറ്റൽ R വെച്ചിട്ട്. റോഷാക്ക് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഒരു അഡൽറ്റിന്റെ സ്കോർ വരുന്നത് 15നും 30നും ഇടയിലായിരിക്കും എന്നതാണ്. ഇതൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്ന ടെസ്റ്റുകളായിരിക്കും, അതുകൊണ്ട് തിയറി എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇൻക്വയറി സ്റ്റേജ്. റോഷാക്ക് ടെസ്റ്റിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണിത്. പാർട്ടിസിപ്പന്റിന്റെ ഭാഗത്ത് നിന്നുള്ള അൺക്ലിയർ റെസ്പോൺസസ് ക്ലിയർ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. ഇതിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഫസ്റ്റ് തന്നെ റിവ്യൂ റെസ്പോൺസസ് ഒന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വരുന്നത് ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ, റെസ്പോൺസസ് ക്ലാരിഫൈ ചെയ്യാൻ പറയും ക്ലയന്റിനോട്. ദെൻ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്, അതായത് അൺക്ലിയർ റെസ്പോൺസസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ്, കണ്ടിരിക്കുന്ന ഇമേജിന്റെ ഷേപ്പ്, കളറ്, പൊസിഷൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. ദെൻ സ്കോറിംഗ് ഓഫ് റോഷാക്ക് ടെസ്റ്റ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ക് ബ്ലോട്ടിലെ ഏത് ഭാഗമാണോ പാർട്ടിസിപ്പന്റ് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതായത് പാർട്ടിസിപ്പന്റ് അതിന്റെ മുഴുവൻ ഭാഗവും ഫോക്കസ് ചെയ്തിട്ടുണ്ടോ, അതോ കോമൺലി എല്ലാവരും നോക്കുന്ന ഭാഗമാണോ ഫോക്കസ് ചെയ്തത്, അതും അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ പാർട്ടാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാപിറ്റൽ WD, സ്മോൾ d, ക്യാപിറ്റൽ D എന്നിങ്ങനെ കോഡ് ഉപയോഗിച്ചിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഇതിൽ W മീൻസ് ഹോൾ, D കോമൺ ഡീറ്റെയിൽ, സ്മോൾ d അൺയൂഷ്വൽ ഡീറ്റെയിൽ, DD റയർ ഡീറ്റെയിൽ, അതായത് തീരെ ശ്രദ്ധിക്കാത്ത അൺകോമൺ ആയിട്ടുള്ള പാർട്ട്. ഇങ്ങനെയാണ് അതിന്റെ സ്കോറിങ് വരുന്നത്. ദെൻ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ക് ബ്ലോട്ടിലെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അതായത് മൂവ്മെന്റ്സ്, ഷെയ്ഡിങ്, കളറ്, ഷേപ്പ് ഇതെല്ലാം പെടും. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ സ്കോറിങ് നടക്കുന്നുണ്ട്. ദെൻ ഇതിന് യൂസ് ചെയ്യുന്ന കോഡ് ക്യാപിറ്റൽ F ഫോം, C കളറ്, S ഷെയ്ഡിങ്, M മൂവ്മെന്റ്, ഇങ്ങനെ FCSM ഇതൊക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്ന കോഡുകൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോം ക്വാളിറ്റി, പാർട്ടിസിപ്പന്റിന്റെ റെസ്പോൺസ് എത്രമാത്രം ആക്ച്വൽ ഇങ്ക് ബ്ലോട്ടിലെ ഷേപ്പായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കൂ. ദെൻ കണ്ടന്റ്, ഒരു പേഴ്സൺ എന്താണ് ഇങ്ക് ബ്ലോട്ടിൽ കണ്ടത് എന്നത് സ്കോർ ചെയ്യും. അതായത് ഒരു ഹ്യൂമനെ ആണോ കണ്ടത്, ആനിമലിനെ ആണോ കണ്ടത്, അതല്ല ഒരു ഒബ്ജക്റ്റിനെ ആണോ കണ്ടത് എന്നുള്ളത് നോക്കും. അത് കോഡ് ചെയ്യുന്നത് H ഹ്യൂമൻ, A അനിമൽ, HD ഹ്യൂമൻ ഡീറ്റെയിൽ, AD അനിമൽ ഡീറ്റെയിൽ എന്നുള്ള രീതിയിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പോപ്പുലാരിറ്റി. ചില റെസ്പോൺസസ് കോമൺ ആയിട്ടുള്ള, അതായത് എല്ലാവരും പറയുന്നതാവും, അപ്പോൾ അത്തരത്തിലുള്ള പോപ്പുലർ എന്നുള്ള രീതിയിലും സ്കോറിങ് കൊടുക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. റെസ്പോൺസസ് നോക്കിയിട്ട് അതിന്റെ ബ്രോഡർ തീം മനസ്സിലാക്കും. അതായത് ഹോൾ ഇമേജ് പാർട്ടിസിപ്പന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസെപ്ച്വൽ തിങ്കിങ് ആയിട്ടുള്ളതായിട്ടും, കളറാണ് മെൻഷൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇമോഷണാലിറ്റി സൂചിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്റഗ്രേഷൻ. എല്ലാ കാർഡിലെയും കിട്ടിയ സ്കോർ കൂട്ടിയിട്ട് എന്താണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഇനിയും ഒരുപാട് റിസർച്ചുകളൊക്കെ ഈ റോഷാക്ക് ടെസ്റ്റിന്റെ സ്കോറിങ്ങിനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും ആവശ്യമായിട്ടുള്ളതുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ ഹോഴ്സ്മാൻ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇതൊരു പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹോഴ്സ്മാൻ ആൻഡ് അതേഴ്സ്. ഓക്കെ, ഹോഴ്സ്മാൻ HL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വായിക്കുന്നത് ഹോഴ്സ്മാൻ ആൻഡ് അതേഴ്സ് എന്നാണ് കേട്ടോ. അതൊരു എനിക്കൊരു പുതിയ അറിവാണ്, അതുകൊണ്ട് മെൻഷൻ ചെയ്ത് പറയാന്നേ ഉള്ളൂ. അതൊരു ലാറ്റിൻ യൂസേജ് ആണ് കേട്ടോ. ഇത് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിന്റെ സെയിം തന്നെയാണ്.
എന്തെങ്കിലും പറയുന്നുണ്ടോ? റോഷാക്ക് ഇൻക്ലൂഡ് ടെസ്റ്റിലെ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതില് 45 കാർഡ്സിന്റെ ഹലോ ഓക്കെ ദ ഹോൾസ്മാൻ ഇൻക്ലൂഡ് ടെസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൽ 45 കാർഡിന്റെ 2 സെറ്റ് ആണുള്ളത്. കളേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും. റോഷാക്ക് ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹോൾസ്മാൻ ഇൻക്ലൂഡ് ടെസ്റ്റിൽ ഒരു കാർഡിന് ഒരു റെസ്പോൺസ് മാത്രമാണ് അലോ ചെയ്യുന്നത്. എന്ത് റെസ്പോൺസ് ആണോ അവർ കൊടുത്തത് അത് കഴിഞ്ഞാൽ 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വേർ ദേ സോ ദ ഇമേജ് ആൻഡ് വാട്ട് ഇറ്റ് സജസ്റ്റ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. റോഷാക്ക് ടെസ്റ്റിനേക്കാൾ കൺസിസ്റ്റന്റ് ആണ്. റിലയബിലിറ്റി വാലിഡിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട് എന്നാണ്. ദെൻ 1988 ഇതിന്റെ ഒരു ഷോർട്ടർ വേർഷൻ ഹോൾസ്മാൻ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്, HIT 25 എന്ന് പറഞ്ഞിട്ട്. അതിൽ 25 കാർഡ്സ് ആണ് ഉണ്ടാവുക. പിന്നെ സ്കീസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഡെവലപ്ഡ് ബൈ ഹെൻറി മുറെ ആൻഡ് ഹിസ് കൊളീഗ്സ് ഇൻ 1935. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഇന്നർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് മനസ്സിലാക്കുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 20 പിക്ചേഴ്സ് ഉണ്ടാവും. പരസ്പര കണക്ഷൻ ഇല്ലാത്ത പിക്ചേഴ്സ് ആയിരിക്കും. പിക്ചർ നോക്കിയിട്ട് പാർട്ടിസിപ്പന്റിനോട് ഒരു സ്റ്റോറി ആക്കി പറയാൻ പറയും. എന്താണ് അതിൽ സംഭവിക്കുന്നത്, ഇനി എന്താണ് നെക്സ്റ്റ് സംഭവിക്കുക, അത് സംഭവിക്കാൻ എന്തായിരിക്കും കാരണം, ഇങ്ങനെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ആക്കിയിട്ട് ഒരു സ്റ്റോറി പറയിപ്പിക്കും. ഈ സ്റ്റോറിയിലൂടെയാണ് ക്ലയന്റിന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നത്. ക്ലയന്റ് അവരുടെ തന്നെ സ്റ്റോറി ആയിരിക്കും നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരുടെ ഇമോഷൻസ്, അവരുടെ ഫ്രസ്ട്രേഷൻസ്, ഡിസയേഴ്സ് അതൊക്കെ ആയിരിക്കും ക്ലയന്റ് നരേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ദ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, അതുപോലെ ഹൗസ് ട്രീ പേഴ്സൺ ടെസ്റ്റ്, ഇതെല്ലാം പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ പെട്ടതാണ്. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റിൽ ഇൻകംപ്ലീറ്റഡ് സെന്റൻസ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറയുക. അതുപോലെ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, ഹൗസ് ട്രീ പേഴ്സൺ ടെസ്റ്റ്, ഇതിൽ ക്ലയന്റിനോട് ഡ്രോ ചെയ്യാൻ പറയും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ദ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ അതിൽ ഒന്നാമത്തതാണ് സബ്ജക്റ്റിവിറ്റി. അതായത് സൈക്കോളജിസ്റ്റിന്റെ ജഡ്ജ്മെന്റിന് അനുസരിച്ചിട്ടായിരിക്കും ക്ലയന്റിന്റെ റെസ്പോൺസസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അത് സൈക്കോളജിസ്റ്റിന്റെ പേഴ്സണൽ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ പറയുന്നതാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഇഷ്യൂസ്. അതായത് കൺസിസ്റ്റൻസി ആൻഡ് അക്യൂറസി ഒക്കെ കുറവായിരിക്കും പ്രൊജക്റ്റീവ് ടെസ്റ്റിന്. നെക്സ്റ്റ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഗ്രേഡിംഗ്. യൂണിവേഴ്സൽ ഗ്രേഡിംഗ് സ്കെയിൽസ് ഇല്ലാത്തത് കാരണം ഇന്റർപ്രിട്ടേഷനിൽ വ്യത്യാസം വരാം. നെക്സ്റ്റ് പറയുന്നതാണ് മൂഡ് ഇൻഫ്ലുവൻസസ്. ഒരാളുടെ മൂഡ് അനുസരിച്ചിട്ട് റെസ്പോൺസിൽ അഫക്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സാമിനർ ഇൻഫ്ലുവൻസ്. എക്സാമിനർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചും അതുപോലെ തന്നെ എക്സാമിനറുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ റെസ്പോൺസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നോ കൺസിസ്റ്റന്റ് തിയറീസ്. പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ മീനിങ് ഫുൾ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തിയറീസ് ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പ്രെഡിക്റ്റീവ് ലിമിറ്റേഷൻസ്. ഫ്യൂച്ചർ സക്സസിനെ കുറിച്ചോ ഫെയിലിയറിനെ കുറിച്ചോ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബിഹേവിയറൽ അസസ്മെന്റ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയർ ഒബ്സേർവ് ചെയ്തും മെഷർ ചെയ്തും കൊണ്ട് പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതാണ് ബിഹേവിയറൽ അസസ്മെന്റ്.
ഇതിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻസ്. സൈക്കോളജിസ്റ്റ് ക്ലയന്റിന്റെ ഡെയിലി ലൈഫ് വാച്ച് ചെയ്യും. ഡെയിലി റൂട്ടീൻ ബിഹേവിയർ, വീട്ടിൽ എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ്, വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് എന്നൊക്കെ വാച്ച് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാച്ചിങ് എ ചൈൽഡ് അറ്റ് സ്കൂൾ ടു സീ ഹൗ ദേ ഇന്ററാക്റ്റീവ് വിത്ത് അതേഴ്സ്. ഒരു സ്കൂളിൽ ഒരു കുട്ടിനെ ആ കുട്ടി ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് റേറ്റിംഗ് സ്കെയിൽസ്. ഓരോ സ്പെസിഫിക് ബിഹേവിയറിനും ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേറ്റിംഗ് ഹൗ ഓഫൺ എ സ്റ്റുഡൻസ് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഇൻ ക്ലാസ് ഓൺ എ സ്കെയിൽ ഫ്രം 1 to 5. എത്ര തവണയാണ് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നോക്കിയാണ്ട് അത് 1 to 5 ഇടയിൽ സ്കെയിലിൽ നോട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൗണ്ട് ചെയ്യും. അതായത് ഒരു ബിഹേവിയർ എത്ര സമയം ഇന്ന സമയത്തിനുള്ളിൽ നടക്കുന്നു എന്നത് നോട്ട് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൗണ്ടിങ് ഹൗ മെനി ടൈംസ് എ ചൈൽഡ് ഇന്ററപ്റ്റ്സ് ദ ക്ലാസ് ഇൻ എൻ ഹവർ. എത്ര സമയം ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ കുട്ടി ക്ലാസ്സിൽ ഇന്ററപ്റ്റ് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ലിമിറ്റേഷൻസ് ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ്. ഒന്നാമതായിട്ട് പറയുന്നതാണ് ഒബ്സർവർ ബയാസ്. ഒബ്സർവറിന്റെ പേഴ്സണൽ വ്യൂസ് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടീച്ചർക്ക് ഇപ്പോൾ ഒരു കുട്ടിയോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും സ്കോറിങ്ങിൽ ബാധിക്കും എന്നതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ആണ് എൻവിയോൺമെന്റൽ കൺട്രോൾ. എക്സാമ്പിൾ എ നോയ്സി ക്ലാസ് റൂം മൈറ്റ് മേക്ക് എ ചൈൽഡ് അപ്പിയർ മോർ ഡിസ്ട്രാക്റ്റഡ് ദാൻ ദേ യൂഷ്വലി ആർ. അതായത് നോയ്സി ക്ലാസ് റൂം ആണെങ്കിൽ നോർമൽ ടൈമിനേക്കാളും അത് കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്. Personality inventories are standardized questionnaires with statements or questions about human behavior requiring specific answers like yes, no or cannot decide. അതായത് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആണ്. അതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ ആൻസർ വരുന്നത് യെസ്, നോ അല്ലെങ്കിൽ ക്യാൻ നോട്ട് ഡിസൈഡ് എന്ന രീതിയിലായിരിക്കും. ഇത് വിവിധ തരം പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് നോക്കാം. പോപ്പുലർ പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് ഒന്നാമതായിട്ട് പറയുന്നത് കാറ്റൽ 16 പേഴ്സണാലിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റേമണ്ട് കാറ്റൽ. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് 16 ഡിഫറെന്റ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മെഷർ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. പേഴ്സണാലിറ്റി സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിന് ക്ലിനിക്കൽ സെറ്റിംഗ്സിലും കൗൺസിലിങ്ങിലും അതുപോലെ റിസർച്ച് സെറ്റിംഗ്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി ഡെവലപ്ഡ് ബൈ പോൾ കോസ്റ്റ ആൻഡ് റോബർട്ട് മക്രേ. ഇത് 5 ഫാക്ടർ മോഡലിനെ ബേസ് ചെയ്തിട്ട് പേഴ്സണാലിറ്റിയുടെ 5 മേജർ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 5 ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ഏതാണെന്ന് വെച്ചാൽ ന്യൂറോട്ടിസം, എക്സ്ട്രോവേർഷൻ, ഓപ്പൺനെസ്, എഗ്രിയബിൾനെസ് ആൻഡ് കോൺസെൻഷ്യസ്നെസ്. അത് റെജീന കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ സൈക്കോളജിക്കൽ റിസർച്ചിലും ഓർഗനൈസേഷണൽ സെറ്റിംഗ്സിലും ആണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ഡെവലപ്ഡ് ബൈ ഇസബൽ ബ്രിഗ്സ് മയേഴ്സ് ആൻഡ് കാതറിൻ കുക്ക് ബ്രിഗ്സ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയെ എക്സ്ട്രോവേർഷൻ ഓർ ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ സെൻസിങ് ഓർ ഇൻറ്റ്യൂഷൻ, തിങ്കിങ് ഓർ ഫീലിംഗ്, ജഡ്ജിങ് ഓർ പെർസീവിങ്, ഇങ്ങനെ 4 ഡിവിഷന്റെ ബേസിൽ 16 ഡിഫറെന്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുത്തും. പേഴ്സണൽ ഗ്രോത്തിനും കരിയർ കൗൺസിലിങ്ങിനുമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
Then next, Minnesota Multiphasic Personality Inventory version 2, developed by Starkey Hathaway and J.C. McKinley. ഇത് യൂസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അതുപോലെ അബ്നോർമൽ ബിഹേവിയർ ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ 567 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടാവുക. ഓപ്ഷൻസ് വരിക ട്രൂ, ഫാൾസ് ഓർ കാനോട്ട് സേ എന്ന 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നതിന് 10 ക്ലിനിക്കൽ സ്കെയിലും 8 വാലിഡിറ്റി സ്കെയിൽസും ഉണ്ട്. ദെൻ ഫോറൻസിക് അസസ്മെന്റിലും ക്ലിനിക്കൽ സൈക്കോളജിയിലുമാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഐസങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ഡിസൈൻഡ് ബൈ ഹാൻസ് ഐസങ് ആൻഡ് സിബിൽ ഐസങ്. ഇത് പേഴ്സണാലിറ്റിയുടെ 3 മേജർ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ആ 3 മേജർ ഡയമെൻഷൻസ് ആണ് എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം. ഇതിന്റെ സ്കോറിങ്ങിൽ ഹൈ സ്കോർ ഇൻ എക്സ്ട്രോവേർഷൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഔട്ട് ഗോയിങ് ആയിരിക്കും, ടോക്കറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എനർജറ്റിക് ആയിരിക്കും എന്നതൊക്കെയാണ്. ലോ സ്കോർ ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അയാൾ ക്വൈറ്റ് ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂറോട്ടിസത്തിൽ ഹൈ സ്കോർ സൂചിപ്പിക്കുന്നത് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആൻഷ്യസ് ആയിരിക്കും ആൻഡ് മൂഡി ആയിരിക്കും എന്നൊക്കെയാണ്. ലോ സ്കോർ സൂചിപ്പിക്കുന്നത് കാം, ഇമോഷണലി സ്റ്റേബിള് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ആളായിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് സൈക്കോട്ടിസം. അതിൽ ഹൈ സ്കോർ സൂചിപ്പിക്കുന്നത് ഒരു പേഴ്സൺ അഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പൾസീവ് പേഴ്സണാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നോൺ കൺഫേമിങ് ആയിരിക്കും, പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ആളുകളായിരിക്കും. ദെൻ ലോ സ്കോർ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അയാൾ എംപതറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ആൻഡ് കോപ്പറേറ്റീവ് ആയിരിക്കാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. Then advantages and limitations of personality inventories. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ, രണ്ടാമത്തത് ലെസ് ബയാസ് കുറവായിരിക്കും, മൂന്നാമത് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. പ്രൊജക്റ്റീവ് ടെസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിന് വാലിഡിറ്റി റിലയബിലിറ്റിയും കൂടുതലാണെന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ്. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ ഫേക്കിംഗ് റെസ്പോൺസസ്, അതായത് പീപ്പിൾ മേ ഗീവ് സോഷ്യലി ഡിസൈറബിൾ ആൻസേഴ്സ്. രണ്ടാമത്തത് ഇൻഅറ്റൻറ്റീവ് റെസ്പോൺസസ്, ചില ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാതെ പോവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് കൾച്ചറൽ ബയാസ്. അപ്പോ ഇതൊക്കെയാണ് ഈ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന നമ്മുടെ 3rd ചാപ്റ്ററിൽ വരുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. താങ്ക് യു. റെക്കോർഡിംഗ് ഓഫ് ആക്കിക്കൂടെ? സർ, ഓക്കെ ഫസീല. യെസ്, ഇനി പറഞ്ഞോളെ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആണല്ലേ പറഞ്ഞത്? കൂടിപ്പോയോ ഫാസ്റ്റ് ആവല്? ഇല്ലില്ല, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇല്ലില്ല, മനസ്സിലായി അതൊക്കെ. ആണോ? മനസ്സിലായി. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാലേ ഇത് പ്രാക്ടിക്കലിൽ വരുന്ന ഭാഗം. ഇത് നമ്മൾ തിയറി ആയിട്ട് പറയുമ്പോ എത്രത്തോളം തലയിലേക്ക് കയറും എന്നുള്ളത് പറയാൻ പറ്റൂല. ഇത് നമ്മൾ ഈ ഐസംഗിന്റെ അതേപോലെ 16 PF 5 ഫാക്ടർ ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തതാ. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞ മറ്റ് ടെസ്റ്റുകളൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ള സംഭവമായിട്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ മിന്നോസെട്ട, റോഷാക്ക് അതൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം പ്രാക്ടിക്കലി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഒന്നുകൂടെ മനസ്സിലാവും അതിന്റെ സ്കോറിങ്ങും കാര്യങ്ങളും എന്താന്നുള്ളതൊക്കെ.
ഓക്കെ, എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അതിന്റെ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി വരുമ്പോ ഒന്നുകൂടി നമുക്ക് അനുഭവിച്ചറിയാം അല്ലെ. അതെ, ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് തിരഞ്ഞെടുക്കാട്ടോ. അയ്യോ, അത് നമുക്ക് നോക്കാന്ന്. ശ്രീനാഥ് സാർ ഇല്ല? ഞാൻ ഏതായാലും റെക്കോർഡിംഗ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്, സെറ്റ് ആവുമെന്ന് വിചാരിക്കണേ. സജിന, സജിനൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയോ? എന്തൊക്കെ ഓണാക്കി വെച്ചിട്ട്? ക്ലാസ് അടിപൊളിയായിട്ടോ. ഓക്കെ, താങ്ക് യു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. നിങ്ങളെ മറ്റഭിപ്രായം പറഞ്ഞു പറഞ്ഞോളി. റജീനന്റെ ക്ലാസ്സിൽ ഞാൻ കേറിയപ്പോ ഇങ്ങനെ കേൾക്കുന്നുണ്ടായി, നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞോളി. ഇല്ല, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് പറഞ്ഞാല് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞു തന്നല്ലേ. ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഫസീല എടുക്കുന്നത്. അതെ അതെ അതെ, വൃത്തിയായിട്ട് എടുത്തതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഞാന് കുറച്ച് നേരത്തെ ഉറങ്ങുന്ന ആളാ. ആണല്ലേ? ഓക്കെ, വേറെ എനിക്ക് തോന്നുന്നത് സെജനൊക്കെ ഫുഡ് കഴിക്കാൻ പോയിന്നാ. സെജനൊന്നും മിണ്ടുന്ന കേൾക്കുന്നില്ല. ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എങ്കിൽ പിന്നെ പോവല്ലേ റജീന? ഇനി വേറെ ആർക്കെങ്കിലും ഒന്നും പറയാനൊന്നും ഇല്ലെങ്കിൽ 13 പേരാ ഉള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോവാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ, കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ ഈ പറഞ്ഞേക്ക് എന്തെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഇങ്ങോട്ട് ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇൻഷാല്ലാ നോക്കാം. അതെ ഫസീല, അത് തുടക്കം കേട്ടോ. തുടക്കം തന്നെ നന്നായിട്ട്. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഒരു എക്സ്പീരിയൻസ് ക്ലാസ് അങ്ങനെ ഇങ്ങനെയൊന്നും. ഇപ്പൊ ക്ലാസ് എടുക്കാൻ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ? പറ്റുന്ന്? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മള് അപ്പൊ ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ചേർന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എടുക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വായിച്ച് പഠിച്ച് ഉണ്ടാക്കണല്ലോ, അതിന്റെ ഒരു മടി. അതാണ് മെയിൻ. ഒരുപാട് സമയം വേണല്ലോ ഇതിന്. നമ്മൾ ജസ്റ്റ് വായിച്ച എക്സാം എഴുതുന്ന പോലെ അല്ലല്ലോ. പറഞ്ഞു കൊടുക്കുക പറയുമ്പോ ഒന്നുകൂടെ നമ്മൾ ഇതാണെങ്കിൽ എടുത്തത് ഭയങ്കര ഒരു അസസ്മെന്റും. പക്ഷെ നമ്മളിത് ചെയ്താ പിന്നെ ആ പാഠഭാഗം നമുക്ക് തറവായി. സത്യമാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ PDF അയക്കൂലേ ഫസീല? PDF സെൻഡ് ചെയ്യൂലേ? PDF സെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാലോ. അത് ചെയ്താൽ കുറച്ചും കൂടെ, നമ്മളിത് കേൾക്ക മാത്രല്ല ചെയ്ത, അതും കൂടെ ആകുമ്പോ കുറച്ചും കൂടെ ഒന്ന് നല്ലതാവുന്ന എനിക്ക് തോന്നുന്നു. PDF കണ്ടില്ല, ഷെയർ ചെയ്ത കണ്ടില്ല? അത് കണ്ടെന്ന്. പക്ഷെ ഇനി ഒന്നുകൂടെ ഇതിലേക്ക് ഷെയർ ചെയ്താൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഞാൻ വിചാരിച്ചേ സ്ക്രീൻ ഷെയറിങ് കണ്ടില്ലേന്ന്. കണ്ട്. അതാണ്, നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഷെയർ ചെയ്യാട്ടോ ഗ്രൂപ്പിൽ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പോവാ. ഓക്കെ, താങ്ക് യു.